ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഗ്യാമിറ്റോജനസിസ് എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ഗ്യാമിറ്റോജനസിസ്? നിങ്ങൾക്കറിയാം, ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്, ദറ്റ് ഈസ് സ്പേം ആൻഡ് ഓവം ഓർ എഗ്. സ്പെർമാറ്റോജനസിസ് occurs in testis, oogenesis occurs in ovary. അതാണ് പ്രധാന വ്യത്യാസം. നമ്മൾ ഗ്യാമിറ്റോജനസിസിൽ സ്പെർമാറ്റോജനസിസ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജനസിസ് കഴിഞ്ഞു. പിന്നീട് സ്പേമിൻ്റെ സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഊജനസിസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് mature female gamete, that is called oogenesis. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെർമാറ്റോജനസിസും ഊജനസിസും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് സ്പെർമാറ്റോജനസിസ് occurs in testis, oogenesis occurs in ovary. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്പെർമാറ്റോജനസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി, അതായത് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഊജനസിസ് ബിഗിൻസ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ യൂട്രസിൽ, ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഓവറിയിൽ ഈ മദർ സെൽസ്, മദർ സെൽസ് ഉണ്ടായിരിക്കും. അതായത് ഊഗോണിയ എന്ന പേരിലാണ് ആ ഗ്യാമേറ്റ്സിനെ അറിയപ്പെടുന്നത്. മില്യൺസ് ഓഫ് ഗ്യാമേറ്റ് മദർ സെൽസ്, ഊഗോണിയ, ആ ഫീറ്റസിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന പെൺകുഞ്ഞിൻ്റെ ഓവറിയിൽ ഇതേപോലെ മില്യൺസാണ്, ലക്ഷക്കണക്കിന് ഊഗോണിയ ഉണ്ടായിരിക്കും. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുതുതായിട്ട് ഊഗോണിയ ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നുമില്ല. ഇതാണ് പ്രത്യേകത. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ ഫീറ്റസിൻ്റെ ഓവറിയിൽ മില്യൺസ്, ലക്ഷക്കണക്കിന് ഊഗോണിയ, ഗ്യാമേറ്റ് മദർ സെൽസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സെൽ ഡിവിഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സ്പെർമാറ്റോജനസിസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ് 2 ടൈപ്പ് സെൽ ഡിവിഷൻ ഉള്ള കാര്യം, മൈറ്റോസിസും മിയോസിസും. അങ്ങനെ മൈറ്റോസിസിൽ കൂടെ നിരവധി ഊഗോണിയ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ മിയോസിസും എന്ന് പറയുമ്പോഴത്തേക്ക് മിയോസിസിന് 2 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. മിയോസിസ് ഫസ്റ്റും മിയോസിസ് സെക്കൻഡും. മിയോസിസ് ഫസ്റ്റിൽ അതിനകത്ത് പ്രോഫേസ് ഫസ്റ്റ്, മെറ്റാഫേസ് ഫസ്റ്റ്, അനാഫേസ് ഫസ്റ്റ്, ടീലോഫേസ് ഫസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ട്. അതുപോലെ മിയോസിസ് സെക്കൻഡ് ആൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഈസ് എ മൈറ്റോസിസ് എന്നൊക്കെ നമ്മൾ സ്പെർമാറ്റോജനസിസിൽ പഠിച്ചതാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കണം. അപ്പോൾ ഈ ഫീറ്റസ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുകയാണ്. ആ ഓവറിൽ നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഊഗോണിയ മിയോസിസിൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ മിയോസിസിലെ പ്രോഫേസ് ഫസ്റ്റ് സ്റ്റേജ് ആവുകയാണ്. മിയോസിസ് ഡിവിഷനിലെ പ്രോഫേസ് ഫസ്റ്റ് ഓഫ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ് അറ്റ് ദാറ്റ് സ്റ്റേജ്, ദാറ്റ് കോൾഡ് പ്രൈമറി oocyte. പക്ഷേ പ്രോഫേസ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് മിയോസിസിൻ്റെ ഡിവിഷൻ. അപ്പോൾ ആ സ്റ്റേജിന് പറയുന്ന പേര് പ്രൈമറി oocyte മാറുകയാണ്. ആരാണ്? ഈ ഊഗോണിയ മിയോസിസിൻ്റെ ഒരു ഘട്ടം, അതായത് പ്രോഫേസ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് പ്രൈമറി oocyte എന്ന് പറയുന്ന സ്റ്റേജിൽ ആവുകയാണ്. പിന്നീട് സെൽ ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈച്ച് പ്രൈമറി oocyte ദെൻ ഗെറ്റ് സറൗണ്ടഡ് ബൈ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ഗ്രാനുലോസ കൊണ്ട് കവർ ചെയ്യുന്നതേ ഉള്ളൂ ഈ പ്രൈമറി oocyteൽ. അങ്ങനെ അത് പ്രൈമറി ഫോളിക്കിളായി മാറുകയാണ്. ഇപ്പോൾ ഓർമ്മയിരിക്കണം, ആദ്യം ഊഗോണിയ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് മിയോസിസിന് വിധേയമാകുന്നു. പ്രോഫേസ് ഫസ്റ്റിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട്
എന്തായി മാറുന്നു? പ്രൈമറി oocyte-ആയി ചേഞ്ച് ചെയ്യുന്നു. പ്രൈമറി oocyte-ൽ ഗ്രാനുലോസ ലെയറുകളൊക്കെ ഉണ്ടായിട്ട് പ്രൈമറി ഫോളിക്കിളായിട്ട് മാറുന്നു. Then a large number of these follicles degenerate during phase of birth to puberty. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ജനനം മുതൽ പ്രായപൂർത്തിയായി വരുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിനുണ്ടായിരുന്ന ഈ പ്രൈമറി ഫോളിക്കിൾസ് അത് എണ്ണം കുറയുകയാണ്, ഒരുപാട് എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ therefore at puberty only 60,000 to 80,000 primary follicles are left in each ovary. ഈ കുഞ്ഞ് പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും ഏകദേശം 60,000 മുതൽ 80,000 വരെ പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ എവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ? ഓവറിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ ദ പ്രൈമറി ഫോളിക്കിൾസ് സറൗണ്ടഡ് ബൈ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ. വീണ്ടും ഈ പ്രൈമറി ഫോളിക്കിളിൽ ഒരുപാട് ലെയേഴ്സ് ഏതിൻ്റെയാണ്? ഗ്രാനുലോസ സെൽസൊക്കെ കവർ ചെയ്തിട്ട് ന്യൂ തീക്ക ആൻഡ് കാൾഡ് സെക്കൻഡറി ഫോളിക്കിൾസ്. ഇപ്പോൾ കുറേ കൂടെ ഈ പറയുന്ന ഗ്രാനുലോസ ലെയറൊക്കെ ഡെവലപ്പ് ചെയ്ത് തീക്ക ലെയർ, അതിന് ഒരു തീക്ക ലെയറും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നു? സെക്കൻഡറി ഫോളിക്കിളായി മാറി. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ ചേഞ്ച് ചെയ്ത് എന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറുകയാണ്. പിന്നീട് സെക്കൻഡറി ഫോളിക്കിൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്, ടെർഷറി ഫോളിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോഴതിനകത്തൊരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. ആ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിക്ക് ആന്ത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പ്രൈമറി ഫോളിക്കിളും സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ, അതിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ആന്ത്രവും ഒക്കെ ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് ഈ തീക്ക ലെയർ ഓർഗനൈസ് ചെയ്ത് ഇന്നർ തീക്ക ഇൻറ്റേണായും ഔട്ടർ തീക്ക എക്സ്റ്റേണായുമായിട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഈ പറയുന്ന ടെർഷറി ഫോളിക്കിളിൽ അകത്ത് ഇപ്പോഴും പ്രൈമറി oocyte-ആണ് അകത്തിരിക്കുന്നത്, ബാക്കി ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെർഷറി ഫോളിക്കിളായിരിക്കുന്ന സന്ദർഭത്തിൽ അകത്ത് പ്രൈമറി oocyte ഇരിപ്പുണ്ട്. അപ്പോഴത് കുറച്ചുകൂടെ ടെർഷറി ഫോളിക്കിൾ ഗ്രോസ് ഇൻ സൈസ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഈ ടെർഷറി ഫോളിക്കിളായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോഫേസ് ഫസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് മിയോസിസിൻ്റെ ഡിവിഷൻ പൂർണ്ണമാകുന്നത് ഈ ടെർഷറി ഫോളിക്കിൾ ആ കണ്ടീഷനിലാണ്, ടെർഷറി സ്റ്റേജിലാണ് കംപ്ലീറ്റ് ആകുന്നത്. ടെർഷറി ഫോളിക്കിൾ സ്റ്റേജിൽ ആ മിയോസിസ് ഫസ്റ്റ് പൂർത്തിയാകുന്നു. ഇറ്റ് ഈസ് ആൻ അൺഈക്വൽ ഡിവിഷൻ റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി oocyte ആൻഡ് എ ടൈനി ഫസ്റ്റ് പോളാർ ബോഡി. ഇത് അൺഈക്വലാണ്, കാരണം ഒരുപോലെ ഇരിക്കുകയല്ല ഉണ്ടാകുന്ന ഈ പ്രൈമറി oocyte ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന രണ്ട് സെൽസ്, അതായത് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുകയില്ല. അത് ഉണ്ടാകുന്നത് ആരൊക്കെയാണ്? ഒന്നൊരു സെക്കൻഡറി oocyte, മറ്റൊന്നൊരു വളരെ ചെറിയ പോളാർ ബോഡിയുമാണ്. അതുകൊണ്ടാണ് ഈ ഡിവിഷൻ അൺഈക്വൽ ഡിവിഷൻ എന്നറിയപ്പെടുന്നത്. പിന്നീട് ഈ ടെർഷറി ഫോളിക്കിൾ ഫർദർ ചേഞ്ചസ് ഇൻ ടു മച്വർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുകയാണ്. അപ്പോഴെങ്ങനെയൊക്കെയായി നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കണം? പ്രൈമറി oocyte കഴിഞ്ഞിട്ട് പ്രൈമറി ഫോളിക്കിള്, സെക്കൻഡറി ഫോളിക്കിള്, ടെർഷറി ഫോളിക്കിളിൽ വെച്ച് സെൽ ഡിവിഷൻ പൂർത്തിയായി, മിയോസിസ് ഫസ്റ്റ് ഡിവിഷൻ പൂർത്തിയായി നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ സെക്കൻഡറി oocyte-ഉം ഒരു പോളാർ ബോഡിയും ഉണ്ടായി. എന്നിട്ട് ടെർഷറി ഫോളിക്കിൾ ചേഞ്ച് ചെയ്ത് ആരായിട്ട് മാറുന്നു? മച്വർ ഫോളിക്കിൾ, അതായത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുകയാണ്. സെക്കൻഡറി oocyte ഫോംസ് എ ന്യൂ മെംബ്രെയിൻ. അങ്ങനെ സെക്കൻഡറി oocyte-ന് ഒരു മെംബ്രെയിനൊക്കെ ഫോം ചെയ്യുന്നു. അതിന് സോണ പെല്ലൂസിഡ ലെയർ എന്നൊക്കെ പറയും. എന്നിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ നൗ റപ്ചേഴ്സ് ടു റിലീസ് ദി സെക്കൻഡറി oocyte ഫ്രം ദി ഓവറി ബൈ ദി പ്രോസസ് കാൾഡ് ഓവുലേഷൻ. അങ്ങനെ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നും സെക്കൻഡറി oocyte ആണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് മിയോസിസ് ഡിവിഷനെ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ സെക്കൻഡറി oocyte ആയിട്ടുള്ളൂ, ഓവമായി മാറിയിട്ടില്ല. അപ്പോൾ ആ പ്രോസസ്സിന് സെക്കൻഡറി oocyte ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ഓവുലേഷൻ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ നൗ റപ്ചേഴ്സ് ടു റിലീസ് ദ സെക്കൻഡറി oocyte from the ovary by the process called ovulation.
ഈ സ്കീമാറ്റിക് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് ഊജനസിസ് കുറേ കൂടെ മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ആദ്യം ഊഗോണിയ കാണാം. ആദ്യം അത് ഫീറ്റൽ ലൈഫാണ്. ഫീറ്റൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞിൻ്റെ പെൺകുഞ്ഞിൻ്റെ ഓവറിയിൽ വെച്ച് നടക്കുന്ന ആ ഡിവിഷനാണ് നമ്മൾ കാണുന്നത്. ആ ഊഗോണിയ മൈറ്റോസിസിൽ കൂടെ ഡിവൈഡ് ചെയ്ത് 1 2 2 4 അതിലൊരെണ്ണം പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്ന അതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാ പ്രൈമറി ഊസൈറ്റ് വരെയുള്ള ആ ഘട്ടം കാണിച്ചിരിക്കുന്ന ഫീറ്റൽ ലൈഫ്. പിന്നീട് ആ പ്രൈമറി ഊസൈറ്റ് ഏത് ഘട്ടം വരെ കാണും നോക്കിക്കേ? ബർത്ത്, ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി. അപ്പോഴാ പ്രോഫേസ് ഫസ്റ്റിൽ വെച്ച് പ്രൈമറി ഊസൈറ്റിൻ്റെ ഡിവിഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്, പൂർത്തിയാക്കിയിട്ടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്യൂബർട്ടി ആയതിനു ശേഷമാണ് ആ പ്രൈമറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയായിട്ട്? അൺഈക്വൽ ഡിവിഷൻ എന്ന് നമ്മൾ പറയുകയുണ്ട്. ഒരു പോസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു, ഒരു സെക്കൻഡറി ഊസൈറ്റും ഉണ്ടാകും. അതാണ് ഓവുലേഷൻ യഥാർത്ഥത്തിൽ. സെക്കൻഡ് മിയോസിസ് നടന്നിട്ടാണ് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നത്. പക്ഷേ ആ പ്രോസസ്സ് സെക്കൻഡ് മിയോസിസ് നടക്കണമെങ്കിൽ സ്പേം വന്ന് ഈ സെക്കൻഡറി ഊസൈറ്റുമായിട്ട് മീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സെക്കൻഡ് മിയോസിസ് നടന്ന് ഫങ്ഷണൽ ഓവം ആയി മാറുകയുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കിക്കുക. ആ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ ആദ്യം ഫീറ്റൽ ലൈഫിൽ മൈറ്റോസിസ് നടന്നിട്ട് ഊഗോണിയ ഉണ്ടാകുന്നു, പ്രൈമറി ഊസൈറ്റ്, പിന്നീട് ബർത്ത്, ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി, അതിനുശേഷം പ്രൈമറി ഊസൈറ്റ് ഡിവിഷൻ നടക്കുന്നു. ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡറി ഊസൈറ്റും ഫോം ചെയ്യുന്നു. ആ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഓവുലേഷൻ. ഇനി അടുത്ത് സെക്കൻഡ് മിയോസിസ് നടക്കണമെങ്കിൽ സ്പേം വന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ പോളാർ ബോഡിയിലും സെക്കൻഡറി ഊസൈറ്റിലും ഓവത്തിലുമൊക്കെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡാണ്, 23 ആയിരിക്കും. ഊഗോണിയായാലും പ്രൈമറി ഊസൈറ്റിലും ക്രോമസോം നമ്പർ 46. അടുത്തതായി ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് ഊജനസിസ്. സ്പെർമാറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. സ്പെർമാറ്റോജനസിസ് ഒക്കേഴ്സ് ഇൻ ടെസ്റ്റിസ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഊജനസിസ് എവിടെയാണ് നടക്കുന്നത്? ഒക്കേഴ്സ് ഇൻ ഓവറി. പിന്നെ സ്പെർമാറ്റോജനസിസ് ലിമിറ്റഡ് ഗ്രോത്ത് ഫേസേ ഉള്ളൂ, മറ്റേത് കുറേ കൂടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫേസാണ്. സ്പെർമാറ്റോജനസിസിൽ ഈച്ച് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഗീവ് 4 സ്പേംസ്. നമ്മൾ കണ്ടതാണ്, സെൽ ഡിവിഷൻ നടക്കുമ്പോഴത്തേക്കും ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമാണ് ഉണ്ടായത്. പക്ഷേ ഊജനസിസിൽ ഈച്ച് പ്രൈമറി ഊസൈറ്റ് ഗീവ്സ് ഓൺലി 1 ഓവം. അതിൽ നിന്ന് നമ്മൾ ഒരു ഓവം, ഫങ്ഷണൽ ഓവം ഉണ്ടാകുന്നതേ കണ്ടുള്ളൂ. ബാക്കി പോളാർ ബോഡീസാണ്. പോളാർ ബോഡീസ് ഡിജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വ്യത്യാസം, സ്പെർമാറ്റോജനസിസിൽ നോ പോളാർ ബോഡി ഫോർമേഷൻ, ഊജനസിസിൽ പോളാർ ബോഡീസ് ഉണ്ട്, ഫോംഡ്. മറ്റൊരു ഡിഫറൻസ്, സ്പെർമാറ്റോജനസിസിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു സെനിലിറ്റി, ദാറ്റ് ഇസ് ഓൾഡ് ഏജ്. അപ്പോൾ പ്യൂബർട്ടിയിലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൾഡ് ഏജ് വരെ തുടരുകയും ചെയ്യും. പക്ഷേ ഊജനസിസിലാണെങ്കിൽ ബിഗിൻസ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജിലെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ബട്ട് സസ്പെൻസ് അപ് ടു ദി പ്യൂബർട്ടി, അതായത് ഇറ്റ് സീസസ് അറൗണ്ട് ദി ഏജ് ഓഫ് 50. എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും സെൽ ഡിവിഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരു 50 ഏജൊക്കെ ആകുമ്പോഴത്തേക്കും മെനോപാസ് എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ കൂടെ അവസാനിക്കുകയും ചെയ്യും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ സ്പെർമാറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നിങ്ങളോട്. ഊജനസിസിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഊഗോണിയൽ സെൽസ് ഡിപ്ലോയിഡ് 2n, അത് അണ്ടർഗോ മൈറ്റോസിസ് ആൻഡ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് പ്രൈമറി ഊസൈറ്റ്. അതും ഡിപ്ലോയിഡ് ആണ്, 2n ആണ്.
ദാറ്റ് അണ്ടർഗോ മിയോസിസ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാകും? സെക്കൻഡറി ഊസേറ്റ്. അത് ഹാപ്ലോയിഡാണ്, N. അത് ദാറ്റ് അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. എന്നിട്ട് എന്തുണ്ടാകും? ഓവം. ഫൈനൽ ഓവം ഉണ്ടാകും, അതും ഹാപ്ലോയിഡാണ്. ഇതാണ് ഫ്ലോ ചാർട്ട് oogenesis.